നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടിപ്സും പാക്കും ഹെയർ മാസ്ക് ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിജി മുരിങ്ങയില ജ്യൂസും നെല്ലിക്കപ്പൊടിയും ചേർത്തിട്ടുള്ള മാസ്ക് ഉണ്ടാക്കി നല്ല അടിപൊളിയാന്ന് പറഞ്ഞു അല്ലേ. നല്ല സിൽക്കി ആയിട്ട് വരും. അപ്പം നമുക്ക് ഷാമ്പുവും സോപ്പും ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിയെ നല്ല തിളക്കത്തോടുകൂടി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. മുടി ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ കെട്ട് പണിഞ്ഞിരിക്കുക, സ്പ്ലിറ്റ് ഉണ്ടാകുക, മുടി അഴുക്ക് ഇരിക്കുക, ഹെയർ ഫോൾ ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ മുടി വിടുത്താതെയും ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ. അതേസമയം നമ്മൾ മുടി എന്നും ശ്രദ്ധിക്കുക, ജെല്ലുകളായിട്ടും ഓയിലായിട്ടും ടിപ്സായിട്ടൊക്കെ മാറി മാറി ചെയ്യുക, മുടി പിടിച്ചിക്കൊണ്ടിരിക്കുക, പിന്നീട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജട വര അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മുടി ചുരുണ്ട് ഇങ്ങനെ കെട്ട് പണിഞ്ഞിരിക്കാം, അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും മുടി കെയർ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിൽ നിന്നുള്ള എനർജി നമ്മുടെ മുടിയിലേക്ക് വന്ന് മുടിയെ ഹെൽത്തി ആക്കുന്നുണ്ട്, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. ഫുൾ മൂൺ ഡേയിൽ നമ്മൾ മുടി വളരെ കരുത്തോടുകൂടി വളരും എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൗർണമി ദിവസം, മലയാളത്തിൽ പൗർണമി ദിവസം എന്ന് പറയും. ഈ പൗർണമി ദിവസമാണ് ചന്ദ്രന്റെ മുഴുവനും എനർജി നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണർവുണ്ടാക്കുന്നു, ഉന്മേഷം ഉണ്ടാക്കുന്നു. കാരണം എനർജി ബൂസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ചന്ദ്രന്റെ എല്ലാ ബലവും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ മുടി ഹെയർ കട്ടിങ് അല്ലെ. ഹെയർ കട്ടിങ് ചെയ്യുന്നത് ഏറ്റവും ഉചിതമായ ദിവസമാണ് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്, പൗർണമി ദിവസം എന്ന് പറയുന്നത്. കാരണം ഇതാണ്, ആ ദിവസമാണ് എനർജി കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ഹെൽത്തി സ്കാൽപ്പും ഉണ്ട് കേട്ടോ. ഹെൽത്തി സ്കാൽപ്പ് ആണെങ്കിൽ നമുക്ക് മുടി എന്താണ് ഹെൽത്തി സ്കാൽപ്പിലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാവുള്ളൂ അല്ലേ. ഫോളിക്കൽസ് ഒക്കെ വികസിക്കും, നല്ലൊരു എനർജി ആയിരിക്കും നമുക്ക് കിട്ടാനുണ്ടാവുക. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ നവംബർ 15 കേട്ടോ, 4:28 PM സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് പൗർണമി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ മുടി കട്ട് ചെയ്താൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. മുടി കട്ട് ചെയ്തിട്ട് തുമ്പത്ത് കുറച്ച് എണ്ണ തേച്ച് മടക്കി കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും, നന്നായിട്ട് മുടി വളരും. അങ്ങനെ ഓരോ അസ്ട്രോളജി പ്രകാരം അത് വിശ്വാസമുണ്ട് അതിന് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ മൂൺ ഡേയിലാണ് നമുക്ക് എല്ലാ എനർജിയും കിട്ടുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ഫുൾ പവർ കിട്ടും നമുക്ക് കേട്ടോ. അപ്പൊ ആ സമയത്ത് ചന്ദ്രനിൽ നിന്നും കിട്ടുന്ന ആ ബലം, എനർജി, അത് നമ്മുടെ ശരീരത്തിലേക്കും കിട്ടുന്നു, മുടിയിലേക്കും കിട്ടുന്നു കേട്ടോ. പ്രത്യേകിച്ചും മുടിക്ക് വളരെ ഭയങ്കര സ്ഥാനമാണ് ആ സമയത്ത് കേട്ടോ. മുടി ഹെയർ ഗ്രോത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഉത്തമമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഫുൾ മൂൺ ഡേയിലാണ് കേട്ടോ. അപ്പോൾ മുടി കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ദിവസം കട്ട് ചെയ്യൂ കേട്ടോ, നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ അമാവാസി കറുത്തവാവ് ദിവസം നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതായത് കറുത്തവാവിന്റെ അവസാനം വരുമ്പോൾ, അതായത് പൗർണമി ദിവസത്തിലേക്കുള്ള കയറ്റത്തിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ്. പൗർണമി ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റാർട്ടിങ് അമാവാസിയാണ് കേട്ടോ, കറുത്തവാവാണ്. അപ്പൊ ആ ദിവസങ്ങൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയും. നമ്മൾ ദിവസം സെറം തേക്കാമോ, ടിപ്സ് തേക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മുടി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാം, അതാണ് കേട്ടോ. അതുപോലെ മുടി നനയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. ഞാൻ ചില സമയം 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോയിൽ, എനിക്ക് നനയ്ക്കേണ്ടിയൊക്കെ വരും. ടിപ്സും ഇതുപോലെ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നനയ്ക്കേണ്ടി വരും കേട്ടോ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. മുടി ഉണങ്ങിയിട്ട് കെട്ടിവെക്കാവുന്ന മാത്രം കേട്ടോ. നമ്മൾ എത്രയോ മുടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും വിടുത്ത അങ്ങനെയൊക്കെ ചെയ്ത് മുടി എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരുന്നാൽ മുടി എന്നെന്നും വളരണ പോലെ നമുക്ക് അറിയാൻ പറ്റും. 0.3 മുതൽ 0.4 mm ആണ് പെർ ഡേ മുടിയുടെ വളർച്ച എന്ന് പറയും
കേട്ടോ. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ വേണ്ട വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ വെള്ളം, പിന്നെ മുടിക്ക് വേണ്ട ഇന്നലെ പറഞ്ഞ പോലെ വെള്ളവും വളവും കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അതായത് വെള്ളം വളവും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, നമ്മൾ ഡ്രൈനെസ് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ മുടിക്ക് അതിൻ്റെതായ ഓരോ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. മുടി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ തലയോട്ടിലെ ഒരു ആവരണമായിട്ടാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ആനിമൽസിനൊക്കെ രോമമുള്ള പോലെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഹെയർ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മറ്റുള്ള എലമെന്റ്സിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുടി. പിന്നെ മുടി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള പല ഗുണങ്ങളും ഇമ്പോർട്ടൻസും ആണ് മുടിയെ സംബന്ധിച്ച്. നമ്മൾ കരുതുന്ന പോലെ നിസ്സാരം അല്ല കേട്ടോ. മുടിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങൾ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മുടി. അതല്ല എല്ലാവർക്കും മുടി കൊഴിയണമെന്ന് പറയുമ്പോൾ സങ്കടമല്ലേ? മുടിയെ കൂടുതലും ആൾക്കാർക്ക് ടെൻഷൻ മുടിയെ കുറിച്ച് വർത്തിട്ടല്ലേ. മുടി ഇല്ലാത്തവരെ, കഷണ്ടിയുള്ളവർക്ക് അതും സങ്കടം. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എന്നോട് ആൺകുട്ടികളാണ് കേട്ടോ സംശയങ്ങൾ ചോദിക്കുന്നത്. കാണുമ്പോ ചേച്ചി ഇങ്ങനെ മുടി കൊഴിയണോ, കഷണ്ടി ആവണോ, എന്താ ചെയ്യണ്ടേ? അപ്പൊ മുടി കണ്ണാടി നോക്കും ദിവസം മുടി എന്തോരം പോണു, മുടി ഗ്രേ കളർ ആവുന്നുണ്ടോ, കഷണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ അവർക്കാണ് കൂടുതലും മുടിയെ കുറിച്ച് അറിയാനുള്ള. അപ്പോൾ വളരെ ടെൻഷൻ ഉണ്ട് കേട്ടോ എല്ലാവർക്കും. മുടി പോകണമെന്നുള്ളതിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ ഉണ്ട് ആൺകുട്ടികൾക്കും കൂടി കേട്ടോ. അപ്പോൾ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായം ചെന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മുടിക്ക് പ്രായമില്ല കേട്ടോ. അതുകൊണ്ട് ചിലർ പറയാ ഇനിയിപ്പോ ഈ വയസ്സിൽ എന്തിനാ മുടി, അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. മുടി എപ്പോഴും ഒരു ഭംഗിയാണ്, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും കേട്ടോ. അപ്പോൾ മുടി നമ്മൾ വളരെ കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക, നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാം. പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഒരു കാലം കഴിയുമ്പോൾ മുടിയെല്ലാം പോകും. ദൈവം നമുക്ക് കനിഞ്ഞ് തന്നിട്ടുള്ളതാണ് മുടി കേട്ടോ. അപ്പൊ അതിനെ വിലയില്ലാതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. നാളെ നല്ലൊരു ടിപ്പുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലത്.